തേനിലും മധുരം വേദമല്ലാതെ. അടുത്തതായി 4:24-30, ലൂക്കോസ് 21:25. ആകാശത്തിൽ ലക്ഷ്യങ്ങളുണ്ടാകും. ഭൂമിക്ക് അധികം നാൾ നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രം ഇന്ന് ആകാശത്തിലും ഗ്രഹങ്ങളിലും വരെ താമസിക്കുവാൻ വില്ലകൾ പണിയുവാൻ ലക്ഷ്യമിടുന്നു. ആകാശത്തിൽ ഭയങ്കര കാഴ്ചകളെ കാണും. 24:30. ഇന്ന് പുതിയ പുതിയ കാഴ്ചകൾ ആകാശത്ത് കാണുന്നു. സമുദ്രത്തിലെ ഓളങ്ങളുടെ മുഴക്കം നിമിത്തം മനുഷ്യർക്ക് പരിഭ്രമമുണ്ടാകും. ഇന്ന് സുനാമിയും കടൽ ഭൂകമ്പങ്ങളും കടൽക്ഷോഭങ്ങളും വർദ്ധിക്കുന്നു. തീരദേശവാസികൾക്ക് പരിഭ്രമമാണ്. എപ്പോൾ വേണമെങ്കിലും സുനാമിയോ കടൽക്ഷോഭമോ ഒക്കെ വരും എന്ന് അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വചനങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി മഹാവ്യാധികൾ വർദ്ധിക്കും. കോളറ, മസൂരി, വിഷൂചിക, മന്ത്, മലമ്പനി, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു. എങ്കിലും ഇരട്ടി ശക്തിയോടെ ഇവ തിരിച്ചു വരികയാണ്. H1N1 തുടങ്ങി ചിക്കൻ ഗുനിയ, എലിപ്പനി, പക്ഷിപ്പനി, ഡെങ്കിപ്പനി തുടർന്ന് ഇങ്ങനെയുള്ള പകർച്ചരോഗങ്ങൾ ഇന്ന് പല വിധത്തിൽ പല രോഗങ്ങൾ കടന്നു വരികയാണ്. ഇവയ്ക്ക് പ്രതിവിധി കണ്ടുപിടിക്കുമ്പോൾ പിന്നാലെ മറ്റൊരു പുതിയ രോഗം കടന്നു വരുന്നു. നിർമ്മാർജ്ജനം ചെയ്ത രോഗങ്ങൾ മടങ്ങി വരുമോ എന്ന ഭയത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുകയാണ്. ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാത്ത രോഗങ്ങളും അന്നാളിൽ ഉണ്ടാകും എന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ക്യാൻസർ, HIV തുടങ്ങിയ പകർച്ചരോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു രോഗം നിയന്ത്രണ വിധേയമാകുമ്പോൾ മറ്റൊരു പുതിയ രോഗം കടന്നു വരുന്നു. യുദ്ധം, ക്ഷാമം, മഹാവ്യാധികൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയാൽ ആപത്തുണ്ടാകും എന്ന് യെഹെസ്കേൽ പ്രവചനം 14-ാം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു. അടുത്തതായി തൊഴിലില്ലായ്മ വർദ്ധിക്കും. വിദ്യാസമ്പന്നർ ധാരാളം ഇന്നുണ്ട്, എന്നാൽ ജോലി ലഭിക്കുന്നില്ല. ലക്ഷക്കണക്കിന് ജനം ഇങ്ങനെ ജോലി ലഭിക്കാതെ അലയുകയാണ്. മനുഷ്യന് കൂലിയില്ല, മൃഗങ്ങൾക്ക് കൂലിയില്ല. മനുഷ്യർ ചെയ്യേണ്ടതും മൃഗങ്ങൾ ചെയ്യേണ്ടതുമായ ജോലികൾ ഇന്ന് യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. സഖറിയാവ് 8:10 വാക്യം. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുന്ന കാലം വരും. നക്ഷത്രങ്ങൾ ആലിപ്പഴം പോലെ ഉൽക്കകൾ പൊട്ടി ഭൂമിയിൽ വീഴും എന്ന് മത്തായി 24-ാം 9 പറയുന്നു. ഇക്കാലത്ത് ഇടയ്ക്കിടെ ഉൽക്കകൾ ഭൂമിയിൽ പതിക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന മുന്നോടിയാണ്. സൂര്യൻ നശിച്ചു കൊണ്ടിരിക്കുന്നതായി ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അതിനാൽ ഭൂമിക്ക് നിലനിൽപ്പില്ല എന്ന് ശാസ്ത്രം പറയുന്നു. ജ്യോതിർഗോളങ്ങൾ മാറിപ്പോകും. സഖറിയാവ് പ്രവചനം 14-ാം 6 വാക്യം. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഇത് തലകുലിക്ക് സമ്മതിക്കുകയാണ്. ആകാശപ്പാളികൾ കൊടുമുഴക്കത്തോടെ മാറിപ്പോകും. 21-ാം 26 വാക്യം. ആകാശത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് മാറിപ്പോകത്തക്കവണ്ണം വലിയൊരു ഭൂകമ്പം ഭാവിയിൽ ഉണ്ടാകും. ഇസ്രായേലിലും അടയാളങ്ങളുണ്ടാകും. ലോകരാജ്യങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരായി വരും. സഖറിയാവ് 12-ാം അധ്യായം. ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റുവാൻ ശ്രമിക്കും. ഇസ്രായേൽ ലോകത്തിനൊരു ഭാരമുള്ള കല്ലാകും. ഇസ്രായേലിനെ സഹായിക്കുന്നവർക്കൊക്കെയും മുറിവേൽക്കും. സഖറിയാവ് 12-2-3 വാക്യങ്ങളിൽ ഇത് കാണുവാൻ സാധിക്കും. യേശു കർത്താവ് മുൻകൂട്ടി പ്രസ്താവിച്ചിരുന്ന അടയാളങ്ങൾ ഈ കാലത്ത് അക്കമിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്തുള്ള മനുഷ്യരെങ്ങനെയായിരിക്കും എന്നും വചനം ഇവിടെ പറയുന്നുണ്ട്. അന്ത്യകാലത്തുള്ള മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, വാത്സല്യമില്ലാത്തവർ, അജിതേന്ദ്രിയന്മാർ, ദൈവഭക്തിയില്ലാത്തവർ, ഭോഗപ്രിയർ, പുരുഷമൈഥുനക്കാർ, ദ്രവ്യാഗ്രഹികൾ, നന്ദികെട്ടവർ, ദൂഷകന്മാർ, ഉഗ്രന്മാർ, കനിവറ്റവർ, പുരുഷകാമികൾ, അഹങ്കാരികൾ,
പിടിച്ചുപറിക്കാർ, ഏഷണിക്കാർ, ദൈവപ്രിയമില്ലാത്തവർ, നിഷ്ഠൂരന്മാർ, മദ്യപന്മാർ, വിഗ്രഹാരാധികൾ, അധർമ്മം പ്രവർത്തിക്കുന്നവർ, ഭക്തിയുടെ വേഷം ധരിച്ച് നാനാമോഹങ്ങൾക്കധീനർ, അമിത ഭക്ഷണക്കാർ, ഇങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കും എന്ന്, അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ജനമായിരിക്കുമെന്ന് വചനം പറയുന്നു. ഇതൊക്കെയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്വഭാവക്കാർ തന്നെയല്ലേ ഇന്നത്തെ മനുഷ്യർ? അധർമ്മം പ്രവർത്തിക്കുവാൻ യാതൊരു വടിയുമില്ലാത്ത, സ്നേഹത്തിൻ്റെ കണിക പോലുമില്ലാത്ത കനിവറ്റവർ, സ്നേഹമെന്ന വികാരം മരവിച്ചു പോയവർ, പിഞ്ചു കുഞ്ഞുങ്ങളോടും സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളോടും വൃദ്ധന്മാരോട് പോലും ക്രൂരത കാട്ടുന്നവർ. അതെ, ഇത് അന്ത്യകാലം തന്നെ. ഭൂലോകത്തെ നേരോടെ ന്യായം വിധിക്കുവാൻ യേശു വീണ്ടും വരുന്നു. യേശുവിൻ്റെ ആദ്യത്തെ വരവ് പാപികളെ സ്നേഹിച്ചുകൊണ്ട് അവനെ പാപത്തിൽ നിന്നും സാത്താൻ്റെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷിപ്പാൻ വന്നു. എന്നാൽ യേശു ഇനിയും വരുന്നത് പാപികളെ രക്ഷിപ്പാനല്ല, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമായ ശിക്ഷ കൊടുത്തുകൊണ്ട്. അതിനുവേണ്ടിയാണ് യേശു രണ്ടാമത് വരുന്നത്. യേശു ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ജാതികളെ നേരോടും ന്യായത്തോടും കൂടെ വിധിക്കും. ന്യായം വിധിച്ച് തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവം ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഈ ദുഷ്ടജനത്തെ ദൈവം നശിപ്പിക്കും. ദൈവജനത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ബൈബിൾ പ്രകാരം പറയുന്നു. മലാഖി പുസ്തകം 4:1, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. 2 പത്രോസ് 3:10 ഇപ്രകാരം പറയുന്നു. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. 2 പത്രോസ് 3:7 ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്നും അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ഭക്തികെട്ട മനുഷ്യരുടെ ന്യായവിധിയും നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. ഭൂമിയുടെ നാശത്തെക്കുറിച്ച് 2500 പരം വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. ഭൂമിക്ക് നിലനിൽപ്പില്ലെന്നും ഭൂമി ഒരു നാൾ അഗ്നിയാൽ കത്തി നശിക്കുമെന്നും ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അന്യഗ്രഹങ്ങളിലും ഗ്രഹങ്ങളിൽ പോയി വില്ലകളും കോളനികളൊക്കെയും സ്ഥാപിച്ച് വാസയോഗ്യമാക്കുവാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിനായി ആകാശത്തിൽ അവർ ലക്ഷ്യമിടുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, ഓബദ്യാവ് 1:4 നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും നിന്നെ ഞാൻ ഇറക്കും. കാരണം ദൈവം മനുഷ്യന് പാർക്കുവാൻ കൊടുത്തിരിക്കുന്നത് ഭൂമിയാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, അത് എപ്പോൾ സംഭവിക്കും? യെരുശലേം ദേവാലയത്തിൻ്റെ പണികളുടെ മനോഹാരിതയെ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ അങ്ങനെ ആ ദേവാലയത്തെ വർണ്ണിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞു, ആ ദേവാലയത്തെ നോക്കി പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ലില്ലാതെ തകർന്നു പോകും. അതിനോടനുബന്ധിച്ച് 3 ചോദ്യങ്ങളാണ് ശിഷ്യന്മാർ ഇവിടെ ചോദിച്ചത്. അത് എപ്പോൾ സംഭവിക്കും? മത്തായി 24:14 അതിൻ്റെ മറുപടി കൊടുക്കുകയാണ്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇന്ന് സുവിശേഷം ഭൂലോകം മുഴുവനും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ടെലിവിഷൻ, യൂട്യൂബ്, ഫേസ്ബുക്ക്, വീഡിയോ, വാട്സപ്പ്, കവലപ്രസംഗങ്ങൾ, റേഡിയോ, സുവിശേഷ പ്രതികൾ തുടങ്ങി എല്ലാ മാധ്യമങ്ങളിലൂടെയും ദൈവദാസന്മാരിലൂടെ ലോകം മുഴുവനും 24 മണിക്കൂറും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. സുവിശേഷം ലോകമെങ്ങും നിറയപ്പെടുമ്പോൾ
അവസാനം വരും. ലോകാന്ത്യം ആസന്നമായി, ഈ യുഗം കഴിയാറായി, രക്ഷയിൻ വാതിൽ പൂട്ടാറായി, നിന്നെ യേശു വിളിച്ചിടുന്നു, നിന്നെ യേശു വിളിച്ചിടുന്നു. ഘോരമായുള്ളൊരു നാൾ വരുന്നേ, ഭൂമിയിൽ നിന്നിടും, കോപത്തിയിൽ നീ വീഴാതെ, ഈ രക്ഷ ഇന്നു നീ നേടിടുക. കൃപായുഗം, ഇത് കൃപായുഗം, കൃപായുഗം, ഇത് കൃപായുഗം. ആമേൻ. പ്രൈസ് ലോർഡ്.